Hey, welcome back to another edition of Beatways EDUPOD. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ബീറ്റ് എഡ്യൂക്കേഷൻസിന്റെ ഡാറ്റ അനലിറ്റിക്സ് മെന്റർ കം ട്രെയിനർ ആയിട്ടുള്ള നവനീത് ആണ്. ഹായ് നവനീത്. ഹായ് തൻഹ. സോ എങ്ങനെയാണ് ഡാറ്റ അനലിറ്റിക്സിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നവനീതിന്, എന്താണ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ? ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതാണ്. സോ അത് കഴിഞ്ഞിട്ട് എഡ്ടെക് ഇൻഡസ്ട്രിയിൽ തന്നെ ഓപ്പറേഷൻസ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. സോ ഈ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ റിക്വയർമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ ഡാറ്റ ഓപ്പറേഷൻസിന് വേണ്ടി ഡാറ്റയൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഡാറ്റ ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ എക്സൽ അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു മാജിക് തന്നെ പറയാം. അല്ലെങ്കിൽ ഈ ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വാസ്റ്റ് ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് ശേഷം ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ടോപ്പിക്സ് പഠിക്കാൻ എന്നെ അതിലേക്ക് കൊണ്ടുവരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. സോ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് പൈത്തൺ ലേൺ ചെയ്യാൻ തുടങ്ങി. മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റ സയൻസ് കോഴ്സുകൾ ചെയ്തു, കുറച്ച് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ ചെയ്തു, ആൻഡ് കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്തു. ആൻഡ് ഈ ഒരു കാലയളവിൽ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഒരു ഡാറ്റ അനലിറ്റിക്സ് ട്രെയിനർ എന്ന റോളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോ ഡാറ്റ അനലിറ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. എന്നാലല്ലേ നമ്മൾ എന്താണ് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും കാര്യങ്ങളാണ്, എന്താണ് ഡാറ്റ അനലിറ്റിക്സ്, എന്താണ് അതിന്റെ യൂസേജ്, എന്താണ്? ഓക്കെ, ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പറയും ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്നൊക്കെ പറയും. അതിൽ അല്ലെങ്കിൽ ഡാറ്റ സയൻസിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് എന്ന് വേണം പറയാം. ഡാറ്റ അനലിറ്റിക്സ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമുക്കൊരു ഓർഗനൈസേഷനൊക്കെ അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് നെറ്റ്വർക്ക് എന്ന് വിചാരിക്കാം. അവർക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടാകും. അവരുടെ കസ്റ്റമർ സെയിൽസ് എല്ലാം ബേസ് ചെയ്തിട്ട് ഒരു വലിയൊരു ഡാറ്റ തന്നെ ഉണ്ടായിരിക്കും. അത് റോ ഡാറ്റ ആയിരിക്കും. ഈ ഒരു റോ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഒരു ഡാറ്റ അനലിസ്റ്റിന് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് പഠിച്ച ഒരാൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ഡാറ്റയിൽ നിന്ന് അതിനെ ക്ലീൻ ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ്, ട്രെൻഡ്സ്, പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കിന്റെ കേസിൽ. സോ അവർക്ക് ഈ ഒരു ഡാറ്റ അനലിറ്റിക്സ് ത്രൂ അവരുടെ റോ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന വഴി അവർക്ക് ഒരുപാട് നല്ല ഇൻസൈറ്റ്, അതായത് കസ്റ്റമർ പാറ്റേൺ എന്താണ്, ആ ഒരു ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ ബിസിനസിനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചുകൂടെ ഷുവർ അതായത് ഓരോ സീസണിൽ തന്നെ കസ്റ്റമർ ബിഹേവിയർ എങ്ങനെ മാറും, നമുക്ക് അതിനനുസരിച്ച് എങ്ങനെ ഇൻവെന്ററി മാനേജ് ചെയ്യാം, ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് ത്രൂ ചെയ്യാൻ കഴിയും. ആൻഡ് ഓൾസോ ഇന്നത്തെ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ ഇതുവരെയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും നോക്കിയിട്ട് അതിന്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ എത്രത്തോളം മാറാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. ഓൾസോ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ടല്ല നമുക്ക് ഫ്യൂച്ചറും കൂടി എന്ത് ചെയ്യാൻ പറ്റും, പ്രിഡിക്ട് ചെയ്യാന്നുള്ളതാണ് ഡാറ്റ അനലിറ്റിക്സിന്റെ ഒരു അതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻസിന്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും പ്രീ റിക്വസ്റ്റീസോ പ്രീ കണ്ടീഷൻസ് ഉണ്ടോ? നമുക്ക് അങ്ങനെ പ്രീ റിക്വസ്റ്റീസ് ഒന്നും ഇല്ല എന്ന് പറയാം. പ്ലസ് ടു കഴിഞ്ഞ് ഏതൊരാൾക്കും ഈ ഒരു ഡാറ്റ അനലിറ്റിക്സ് ഫീൽഡിലേക്ക് വരാവുന്നതേ ഉള്ളൂ. സോ അതിന് വേണ്ടത് പറഞ്ഞ പോലെ കുറച്ച് ടൂൾസ് ഉണ്ട്. ഡാറ്റ അനലിസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകൾ ഉണ്ട്. അതായത് പൈത്തൺ, എക്സൽ, SQL, ആർ പ്രോഗ്രാമിംഗ്, അതുപോലെ വിഷ്വലൈസേഷൻ ടൂൾസ് ആയിട്ടുള്ള പവർ BI, ടാബ്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പ്ലസ് കുറച്ച് മാത്തമാറ്റിക്സിൽ, അതായത് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെ ക്വാളിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ട് തോന്നില്ലേ? അപ്പൊ ശരി, നമുക്ക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചലഞ്ചിങ് ആയിരിക്കും. പ്ലസ് ടു മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഇന്റഗ്രേഷൻ ഒക്കെ പറയുമ്പോൾ പലർക്കും ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവും. അങ്ങനെ ഇന്റഗ്രേഷനോ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. പ്യൂർലി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ടേ നമുക്ക് ഈ ഒരു ഡാറ്റ അനലിറ്റിക്സ് ഫീൽഡിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. മാത്രമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൻഫോർമേറ്റീവ് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വേൾഡിലാണ്. ഏത് കാര്യങ്ങളും നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ കഴിയുന്ന സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻട്രസ്റ്റ് ആണ്, എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ ആണ് ഡാറ്റയോട് വേണ്ടത്, ഡാറ്റ അനലിറ്റിക്സിനോട് വേണ്ടത്. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. ആൻഡ് നമ്മൾ ഈ നമ്മുടെ സ്കില്ലുകൾ എപ്പോഴും അപ്ഡേറ്റ് ആവുന്നതിനൊപ്പം തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിയെ നമ്മുടെ സ്കില്ലുകൾ വെച്ച് ലേറ്റസ്റ്റ് ടെക്നോളജി ഈ ഫീൽഡിലേക്ക് യൂസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു IT ഫീൽഡ് ആവുമ്പോൾ കുറേ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓരോ സെക്കൻഡിലും
ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എക്വിപ്ഡ് ആക്കുക നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ആയിരിക്കുക. എന്നിട്ട് ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളേജ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ഡാറ്റ അനലിറ്റിക്സിൽ ചെയ്യുന്ന കാര്യം. ഓക്കെ. അപ്പൊ പ്രീ റിക്വസ്റ്റീസ് നമ്മൾ നോക്കി കണ്ടീഷൻസ് അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് ഇപ്പൊ പറഞ്ഞു ടാബ്ലു ഇതുപോലെ ടൂൾസും കാര്യങ്ങളും. അപ്പം നമ്മളുടെ ഈ ഒരു കരിക്കുലം ഈ ഒരു ഇത് കവർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ഒരു ഡ്യൂറേഷൻ വേണ്ടി വരും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, ഈ ഒരു ഡാറ്റ അനലിറ്റിക്സിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, നമുക്ക് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂൾസ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഡെയിലി ബേസിസിലെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 5 days in a week, ഒരു ഡേ 2 hours സെഷൻ ആണെങ്കിൽ നമുക്കൊരു 2 to 3 months നമുക്ക് ഈ കോഴ്സ് അല്ലെങ്കിൽ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ബട്ട് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളത് ക്ലാസ്സസ് മാത്രമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓരോ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പൈത്തൺ, SQL അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ മൊഡ്യൂളാണ്. ഓരോ മൊഡ്യൂളിലും നമുക്ക് റെഗുലറായ അസൈൻമെന്റുകൾ ചെയ്യണം. മിനി പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ മിനി പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും. ആൻഡ് എല്ലാ മൊഡ്യൂൾസും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ, സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദ എൻഡ് ഒരു ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് കൂടെ ഉണ്ടായിരിക്കും. ഇതുവരെ ആ ഒരു സിലബസ് കവർ ചെയ്തിട്ട് അവരെ നമ്മൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതെ, നമ്മൾ സ്റ്റുഡൻസ് എന്ത് കവർ ചെയ്ത് എന്ത് പഠിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 9 മൊഡ്യൂൾസോളം വരുന്നുണ്ട്. ഈ മൊഡ്യൂൾസിൽ എന്ത് പഠിച്ചു അല്ലെങ്കിൽ ആ മൊഡ്യൂൾസിൽ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ക്യാപ്സ്റ്റോൺ പ്രൊജക്ട്. അതായത് ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് പഠിച്ച ഒരാളെ എന്ത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് വഴി അറ്റ് ദ എൻഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഡെയിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 days a week ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 to 3 months കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ വീക്കെൻഡ്സ് ആണ് നോർമലി അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം വരും? ബീറ്റ് എഡ്യൂക്കേഷൻ ഇപ്പം ഹോളിഡേ ബാച്ച് എന്ന രീതിയിലും ചെയ്യുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും വീക്കെൻഡ് ബാച്ച്. സാറ്റർഡേസ് ആയിരിക്കും യൂഷ്വലി ഉണ്ടായിരിക്കുക. വൺസ് ഇൻ എ വീക്ക് ക്ലാസ്സസ് ആയിരിക്കും. സോ 4 to 6 hours എന്ന രീതിയിലായിരിക്കും ഒരു ഡേയിലെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. സോ അങ്ങനെ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വിത്തിൻ 5 to 6 months നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ മൊഡ്യൂൾസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അറ്റ് ദ എൻഡ് ഈ പറഞ്ഞ പോലെ അസൈൻമെന്റ്സ്, മിനി പ്രൊജക്ട് ആൻഡ് ഫൈനലി ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പം ഈ ഒരു 2 to 3 months അല്ലെങ്കിൽ 5 to 6 months ഇതിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഇൻഡസ്ട്രീസിലേക്കാണ് പോകുന്നത്? അതുപോലെ ആ ഒരു ഇൻഡസ്ട്രീസിൽ വരുന്ന മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജോബ് റോൾസ്, അതിന്റെ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് വരുന്നത്? പ്രസന്റ്ലി നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്, ഒരുപാട് ഇൻഡസ്ട്രികൾ. ഡാറ്റ അനലിറ്റിക്സ് കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഇൻഡസ്ട്രികൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, സ്പോർട്സ് അനലിറ്റിക്സ്, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികളിൽ ഈവൻ ഗവൺമെന്റിൽ തന്നെ ഗവൺമെന്റ് തലത്തിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സോ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ തന്നെ ഏതൊക്കെ ജോബ് റോളുകളാണെന്നുള്ളതായിരിക്കും അടുത്തൊരു ഡൗട്ട് ആയിട്ട് വരിക. സോ അത് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ കഴിയും, ബിസിനസ് അനലിസ്റ്റ് ആയി ജോയിൻ ചെയ്യാൻ കഴിയും, ഡാറ്റ സയന്റിസ്റ്റ് ആയി ജോയിൻ ചെയ്യാൻ കഴിയും, ബിസിനസ് ഇന്റലിജന്റ് അനലിസ്റ്റ് എന്ന് പറയും, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഒരുപാട് ജോബ് റോളുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ജോബ് റോളുകളൊക്കെ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞു. സോ നമുക്ക് വരുന്ന കൺസേൺസ് ഏത് കമ്പനികളായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഈ പറഞ്ഞ എല്ലാ റോളിലും കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ MNCസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആമസോൺ, അതേപോലെ ഫ്ലിപ്കാർട്ട്, നെറ്റ്ഫ്ലിക്സ്, ഡെലോയിറ്റ്, ആക്സെഞ്ചർ, ഫൈസർ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒക്കെ ഒരുപാട് ജോബ് റോളുകൾ ഡാറ്റ അനലിറ്റിക്സ് ത്രൂ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ നോർമലി നമ്മളിപ്പം ജോബ് റോൾസ് പറഞ്ഞപ്പോ ഡാറ്റ അനലിറ്റിക്സും പറഞ്ഞു, ബിസിനസ് അനലിസ്റ്റും പറഞ്ഞു. അതിൽ നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്ന അല്ലെങ്കിൽ അത് സെയിം ആണ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ എന്താണ്? ആക്ച്വലി രണ്ട് ഫീൽഡും തമ്മിൽ സിമിലറും ആണ്, അതേപോലെ അവർ തമ്മിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡാറ്റ അനലിറ്റിക്സിൽ നമ്മൾ ഒരു 9 മൊഡ്യൂൾസോളം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെല്ലാം തന്നെ ഏകദേശം ഒരു ടെക്നിക്കൽ ആയുള്ള ഒരു സൈഡാണ്. സോ ഒരു ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്നത് ബേസിക്കലി പറഞ്ഞ പോലെ റോ ഡാറ്റയിൽ നിന്ന് അതൊന്ന് ക്ലീൻ ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക, ഇന്റർപ്റ്റ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയുള്ള ഇൻസൈറ്റ്സ്, പാറ്റേൺസ്, ട്രെൻഡ്സ് ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. സോ ഒരു ഡാറ്റ അനലിസ്റ്റിന് നമ്മൾ ഈ ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ റോ ഡാറ്റയിൽ നിന്ന് ഈ പറഞ്ഞ ഇൻസൈറ്റ്സ്, മീനിങ് ഇൻസൈറ്റ്സ് ഓർഗനൈസേഷന് ട്രാൻസ്ഫർ ചെയ്യും. സോ ഈ ഇൻസൈറ്റ്സ് നിന്ന് ഒരു പക്ഷേ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്കം ഒരു ഓർഗനൈസേഷന് വേണമെങ്കിൽ
അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഡാറ്റ അനലിറ്റിക്സ് കഴിഞ്ഞ ഒരാൾക്ക് ബിസിനസ് അനലിസ്റ്റ് ആയി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സിൽ വർക്ക് ചെയ്യാം. ബട്ട് അതിന് നമുക്കൊരു എന്താ പറയാ, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ MBA ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഈ റോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വർക്കിംഗ് സ്റ്റൈൽസ് നമുക്ക് എങ്ങനെയാണ്? ഇപ്പം മെയിൻലി IT ഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അട്രാക്റ്റീവ് ഫാക്ടർ ആണ് നമുക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ്? സെയിം, അതായത് നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് കോഴ്സ് കഴിയുന്നത് വഴി പറഞ്ഞ പോലെ റിമോട്ട് ആയിട്ടും ഹൈബ്രിഡ് ആയിട്ടും ഓൺസൈറ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ഫീൽഡിലുണ്ട്. ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ നേഷൻസ് ആയിട്ടുള്ള US, കാനഡ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസിലെല്ലാം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഈ കൺട്രീസ് എല്ലാം തന്നെ നമുക്ക് റിമോട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഓൺസൈറ്റ് ആയിട്ടോ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ഒരു കോഴ്സ് ബീറ്റ് വഴി ഈ ഒരു കോഴ്സ് ചെയ്യുന്നതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നമ്മൾ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എല്ലാം സ്റ്റുഡൻസിന് ഈ പറഞ്ഞ ഫോറിൻ നേഷൻസിനെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൺസൈറ്റോ റിമോട്ടോ വർക്കിനൊക്കെ വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇന്റേൺഷിപ്പ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇന്റേൺഷിപ്പിലൂടെ അത് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡെഫിനറ്റ്ലി. മാത്രമല്ല 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൂടെ ബീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. സോ ഇതുപോലെ നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു കൻ കമന്റ് ബിലോ, ആൻഡ് ഫോർ മോർ സച്ച് വീഡിയോസ് സ്റ്റേ ട്യൂൺഡ്.